നമ്മൾ ശ്രീകുട്ടനെ കാണാൻ മാത്രമല്ല, അയാളെ നമ്മളെ നാട്ടിൻ്റെ സന്തോഷം അറിയിക്കാൻ കൂടി വന്നതാണ്. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ടീമിൽ അദ്ദേഹം അംഗമാണ്. ഇന്ത്യ എന്ന രാജ്യം കഴിഞ്ഞ കുറച്ച് കാലമായി വളരെ പിറകിലോട്ടായിരുന്നു. നമ്മളെ റാങ്ക് ലോകത്തിൽ 133 ഇപ്പോൾ ഇവരൊക്കെ പോയി കളിച്ച് ഇപ്പം നടന്ന 2 പ്രധാനപ്പെട്ട അണ്ടർ 23 മറ്റൊരു ടൂർണമെൻറ്റ് നമ്മളെ എന്താ ഏഷ്യൻ കപ്പും 2ലും നമ്മൾ കളിച്ചപ്പോൾ ഇപ്പം നമ്മളെ റാങ്കിൽ മാറ്റം വരുന്നു. അപ്പം 133 നിന്ന് ഒരു 10 റാങ്കെങ്കിലും കുറക്കാൻ വേണ്ടി ശ്രീകുട്ടനെ പോലുള്ള കളിക്കാരെ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് അഭിമാനമാണ്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ടീമാണ്, ഇന്ത്യയുടെ ടീമിൽ നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ ഈ ഗ്രാമത്തിൻ്റെ എന്ന് നമുക്ക് പറയാം, ഒരു ഗ്രാമം പോലെയല്ലേ ഇതിൻ്റെ പ്രതിനിധിയായി ശ്രീകുട്ടനെ കിട്ടിയെന്നുള്ളത്, അതിന് പരം എന്താ സന്തോഷം നമുക്കുള്ളതുണ്ടോ? അതൊരു വലിയ സന്തോഷമാണ്. ആ സന്തോഷം പങ്കുവെക്കാനാണ് വന്ന്. ശ്രീകുട്ടൻ എന്താ ഇനി അടുത്ത ഏത് ടീമിലാണ് അതിനെ അടുത്ത് കളിക്കാൻ? കേരള ബ്ലാസ്റ്റേഴ്സിൽ. ഏത് വിങ്ങാണ് നിങ്ങൾ പ്രധാന? ഫോർവേഡ്. പിന്നെന്താ, ഗോൾ അടിക്കേണ്ട ആളാണ് ഇദ്ദേഹം. മനസ്സിലായില്ലേ? കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട നാടിയായി വരാൻ പോവാ അദ്ദേഹം. വീണ്ടും 2 വർഷം കൂടെ സൈൻ ചെയ്തു. ഇപ്പം ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചിങ് തുടങ്ങാൻ പോകാൻ പുതിയ കോച്ചും വന്നിട്ടുണ്ട് അല്ലേ? ഇവിടെ നമുക്ക് മൂസ എന്ന് പറയുന്ന ഒരു കോച്ചായിരുന്നു നിങ്ങളല്ലേ, അണ്ടർ 20. അതെ, അയാൾക്ക് ഈ മൂസക്കൊരു പ്രത്യേകതയുണ്ട്. കളിക്കാരുടെ കഴിവ് നോക്കിയിട്ട് കളിക്കാരെ കൊണ്ടുപോയിട്ട് ഏത് പൊസിഷനാണെന്ന് തീരുമാനിക്കും. ഇപ്പം നമ്മുടെ പാലക്കാട്ടുകാരനൊരു വിദ്വാൻ ഉണ്ടല്ലോ, അവൻ ഡിഫൻഡിൽ കളിച്ച വിദ്വാനാണ്. അവനിപ്പോൾ ഫോർവേഡ് കൊണ്ടുപോയി കളിപ്പിച്ച് 5 ഗോൾ ജയിച്ചില്ലേ, അപ്പോൾ അതിൽ 3 ഗോൾ അവൻ്റെ സംഭാവനയായിരുന്നു. അപ്പോൾ അതുപോലെ നല്ല കളിക്കാരെ, ആ കളിക്കാരെ എങ്ങനെ വളർത്തണമെന്ന് അയാൾക്കറിയാം. നമ്മുടെ നാട്ടുകാരനാണ് ഈ മൂസ, 23-ൻ്റെ പ്രധാനപ്പെട്ട കോച്ച് അയാളാണ്. നമ്മൾ വിദേശ കോച്ചല്ല, നാടൻ കോച്ചാണ്. ആ നാടൻ കോച്ച ഇവരെ ഏറ്റവും കൂടുതൽ നന്നായി സഹായിക്കുകയും ഇവരെ വളർത്തിയെടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വന്നപ്പം ഒരു വലിയ മനസ്സിന് സന്തോഷം തോന്നിയില്ലേ? തീർച്ചയായിട്ടും നമുക്കിങ്ങനെ ഒരു ഏഷ്യ അടിസ്ഥാനത്തിൽ ഒരു വലിയ ടീമിൻ്റെ ഭാഗമാവാൻ കഴിയുകയും നമ്മുടെ ഇന്ത്യൻ്റെ പ്രധാനപ്പെട്ട ഒരു കളിക്കാരനായി, ഇന്ത്യക്ക് വേണ്ടി ഗോളടിക്കാൻ പറ്റിയ മുൻനിരയിലെ കളിക്കാരനായത്. നമ്മളിപ്പം ഇവിടെ നിന്നെല്ലാം കാണുന്നത് മെസ്സിയൊക്കെ നമ്മൾ കാണുന്നില്ലേ, നാളത്തെ ഒരു പക്ഷേ മെസ്സിയെയോ നെയ്മറയോ പോലുള്ളൊരു കളിക്കാരനായി ഇവിടെ മാറിയേക്കാം. അതിനൊന്നും സംശയമില്ല. ഓരോ കളിക്കാരനെയും കളിയെപ്പറ്റി നമുക്ക് ഇപ്പോൾ തീരുമാനിക്കാൻ കഴിയില്ല കേട്ടോ. കാരണം കളി ചില സമയത്ത് കിട്ടുന്ന ഒരു കളിയാണ്. പെലെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം 16 വയസ്സിൽ കളിക്കാൻ വേണ്ടി പോയപ്പോൾ ഇദ്ദേഹത്തിനൊരു പന്ത് കിട്ടിയപ്പം ആ പന്താണ് മറഞ്ഞടിച്ചത്. അതാ ബൈസിക്കിൾ കിക്കായി. ലോകമറിയുന്ന ബൈസിക്കിൾ കിക്ക് സാക്ഷാൽ ലോക ഫുട്ബോളിലെ രാജാവായ പെലെ അതിലേക്ക് വളർന്നത് ചെറുപ്പത്തിലെ കളി കൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ ശ്രീകുട്ടൻ ഇന്ത്യൻ ഫുട്ബോളിൽ കൂടി ലോകമറിയുന്നൊരു കളിക്കാരനായി ഇപ്പം മാറാൻ തുടങ്ങിയിരിക്കുന്നു. ഇനിയും കുറച്ച് മുന്നോട്ട് പോകും. നമുക്ക് അഭിമാനമുണ്ട്, ആനന്ദമുണ്ട്, സന്തോഷമുണ്ട്. നമ്മളെ കൂട്ടത്തിലൊരാൾ അതാണ്. നമ്മൾ തോളിൽ കൈയിട്ട് നടക്കുന്നത്, നമ്മളെല്ലാവരും നമ്മളിങ്ങനെ തോളിൽ കൈയിട്ട് നടക്കുന്ന ഒരാൾ. അപ്പം ഞങ്ങളൊക്കെ കൂടി വന്ന് ഈ സന്തോഷം വന്ന് അറിയിക്കാനും, നമ്മുടെ വേറെയൊന്നുമില്ല, നമ്മളൊരു ഷാൾ അണിയിക്കാൻ, ഇത് ഒരു ഷാള്, അതിനു വേണ്ടിയാണ് വന്നത്. ശ്രീകുട്ടൻ ഇവരോടൊരു 4 വാക്ക് പറയാം. പിന്നെയോ? അല്ല, അങ്ങനെ പറയാ, സാധാരണ പോലെ പറയാം. എല്ലാവരും അറിയാന്നുള്ള ആൾക്കാരാണ്. സാറ് ഇത്രയും തിരക്കേറിയ സാറ് ഞങ്ങളുടെ വീട്ടിൽ വന്നതിന് ഈ സന്തോഷം നൽകാന്ന് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇനിയും ഇതേപോലത്തെ സപ്പോർട്ട് നമുക്ക് ഉണ്ടാവുമെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ വന്ന് കണ്ടതിൽ വളരെയധികം സന്തോഷം, നന്ദി. ഓക്കെ, താങ്ക് യു സാർ. അച്ഛനമ്മ അതല്ലേ പ്രധാന സഹോദരിയാ അന്നിക്ക് കുടുംബത്തോടൊപ്പം കേട്ടോ. നമ്മളെ കനല് കുടുംബത്തോടൊപ്പം.